ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇതിൽ ചെറിയ പരിശോധിക്കാമെന്ന് പറയുന്നതിലപ്പുറം വ്യക്തമായൊരു മറുപടി പറയണ്ടേ. ഇത് മെഡിക്കൽ കോളേജ് പോലെ ഒരു കെട്ടിടത്തിൽ, ഒരു സ്ഥാപനത്തിൽ ഒരു കെട്ടിടം തകർന്നു ഒരു സ്ത്രീ മരിച്ചിരിക്കുകയാണ്. കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടം ഇങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു, അതിൽ രോഗികൾ കയറി ഇറങ്ങി ശൗചാലയ ആവശ്യത്തിന് വേണ്ടി പോയി എന്നുള്ളത് ഗുരുതരമായ ഒരു വീഴ്ചയിൽ അത് സമ്മതിക്കേണ്ടതല്ല. ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. അതായത് മറ്റേ ഇതില്ലടാ, ഇത് 2013 ഒരു കത്താണ്. 2013 ഒരു കത്താണിത്. 2013 ഒരു കത്തിനകത്ത് പറയുകയാണ്, അതിനകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ്, നോക്കൂ, മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്ററിംഗ് ഇസ് ഡാമേജ് ഇൻ എ ഡാമേജ് കണ്ടീഷൻ ആൻഡ് മേ ഫോൾ ഡൗൺ അറ്റ് എനി ടൈം. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് മാറ്റാൻ കഴിയില്ല. സിസ്റ്റത്തിന്റെ അല്ല, കൊണ്ട് 2 നിലയിൽ ബാത്റൂം പ്രവർത്തിക്കുന്നില്ല, അതേ നിലയുടെ ഒട്ടും മുകളിലെ നിലയിൽ പ്രവർത്തിക്കുന്നു. അതിന്റെ വീഴ്ചയല്ലേ? അതിലെന്താണ് പുതിയതായി പരിശോധിക്കാന്നാണ് മനസ്സിലാവുന്നത്. 2 നിലയിൽ ലക്ഷ്യമുള്ളത് കൊണ്ടാണ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് രാവിലെ പറഞ്ഞത്. അതുകൊണ്ട് അതിന് തൊട്ട് മുകളിൽ നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അതിന്റെ വീഴ്ചയല്ലേ? ശരി, പുതിയതായി പരിശോധിക്കാൻ എന്തെങ്കിലുണ്ടോ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. കെട്ടിടത്തിന് തൊട്ടപ്പുറത്ത് തന്നെ രോഗികളുണ്ടായിരുന്നു. അവരുടെ കൂട്ടിരിപ്പുകാർ ഇന്നും ഈ ആശുപത്രിയിലുണ്ട്. അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല, അതോ ഇതിൽ വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, പരിശോധിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഒരു കെട്ടിടമാണ്, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുര ആലയമാണ്. അവിടെ ഇത്ര പഴക്കമുള്ള ഒരു കെട്ടിടം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വീഴ്ച. അവിടെ ആ രോഗികൾ പോകുന്നു, ആ കെട്ടിടം തകർന്നു, ഒരാൾ മരിച്ചു. അതിന്റെ ഉത്തരവാദിത്തം മിനിസ്റ്റർ ഏറ്റെടുക്കേണ്ടതല്ലേ? പോയി ചത്തുടടാ.